ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. ഈ ചൂടത്തെ ദാഹവും വിശപ്പൊക്കെ മാറ്റാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുഞ്ഞു ചവ്വരിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളത്തിലൊന്നും കുതിർത്തുന്നില്ല. ഇനിയിപ്പോൾ വലിയ ചവ്വരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ കുറച്ച് സമയം മതി, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ചവ്വരിയൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ചവ്വരിയൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചവ്വരി ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചവ്വരി നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ചവ്വരി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കുക. പിന്നെ പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ പുളിയില്ലാത്ത മാങ്ങ തന്നെ നോക്കി എടുക്കുക. അപ്പോൾ മാങ്ങയുടെ സ്കിന്നെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് മാങ്ങ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പോൾ മാങ്ങയും പഞ്ചസാരയൊക്കെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരില്ലാത്ത മാങ്ങയാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ അഥവാ നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഈ ഡ്രിങ്ക് റെഡിയാക്കാൻ. അപ്പോൾ ഇതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊന്ന് അരിച്ചിട്ട് വേണം ഈ ബൗളിലോട്ട് മാറ്റാൻ. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വെറും 1/4 കപ്പ് മാത്രമാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് വരെ വേവിച്ചിട്ട് ചേർക്കാം. കൂടുതൽ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ് ഉണ്ടാവും ഈ ഡ്രിങ്കിന്. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയ മാങ്ങ അതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയൊക്കെ നോക്കിയെടുക്കുക കേട്ടോ. പുളിയില്ലാത്ത മാങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ഞാനിപ്പോൾ വലിയ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബൗളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് ഒരു ഡെസേർട്ട് രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതൽ ചവരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് പരുവത്തിലാക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മാങ്ങ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിസ്തയാണ് കേട്ടോ, ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പിസ്ത. അപ്പോൾ ഇങ്ങനെ ഗാർണിഷ് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ ആൾറെഡി ഡ്രിങ്കിൽ മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള മാംഗോ സാഗോ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്